നാട്ടിൽ നമ്മൾ ഇഞ്ചത്തൊട്ടിയിലൊക്കെ ഇടയ്ക്ക് പോകാറുന്നു. അതുപോലെയല്ല ഇവിടുത്തെ സ്കീം. ഇവിടെ നമ്മൾ മെഡിറ്ററേനിയൻ കടലിലാണ് പോണത്. നമ്മുടെ വണ്ടി വന്നിട്ടോ. എന്താണേലും നമ്മൾ ഗോസോയ്ക്കും മാൾട്ടയ്ക്കും ഇടയ്ക്കായിട്ടുള്ള ഏതോ സ്ഥലത്താണ് നമ്മുടെ പരിപാടി ഇന്ന് നടക്കുന്നത് കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു സൈഡിൽ നിന്നായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു കേട്ടോ നമ്മുടെ കയാക്ക്. പക്ഷെ നമുക്ക് ഇവിടെ പുറത്ത് വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ പറ്റാത്തൊരു സ്കീമാണ്. ഞാൻ കുറച്ച് വന്നപ്പോഴത്തേനും മടുത്തു, പാർക്ക് ചെയ്തേക്കുവാ. നമ്മൾ തന്നെ ഉഴയണോണ്ടാന്ന് തോന്നുന്നു. പിന്നെ കമ്പനിക്കാരും ഇല്ല ഒപ്പം പോകാൻ. അവിടെയൊക്കെ 3 പേര് ടീമായിട്ട് പോകണം, നമ്മൾ തന്നെ ഉള്ളൂ. അടിപൊളി പരിപാടിയാട്ടോ. പിന്നെ ഇന്ന് വേറൊരു ബിറ്റ് ഉണ്ടായ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോസോയ്ക്ക് ഫാസ്റ്റ് ഫെറി ഉണ്ടല്ലോ നമ്മുടെ മുജീബേന്ന്, ആ സാധനം ഇതിന്റെ അടുത്തോടെ പോയപ്പോഴത്തേനും മറിഞ്ഞു എന്നാ ഞാൻ വിചാരിച്ചേ. നല്ലോണം വട്ടം ചിരിച്ചു, രസമായിരുന്നു അത്. എന്നാ നല്ല ഓളം ഉണ്ട് അത്യാവശ്യം. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളും ഈ ഒരു സാധനം നമ്മുടെ അടുത്ത് കൺട്രോൾ ചെയ്യാനുള്ളൂ. മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ വെച്ച് പോണല്ലേ, അതിന്റെ ഇതുണ്ടാവും. അപ്പോ അടിപൊളിയാണ്. പിന്നെ കയാക്കിങ് എങ്ങനെയാന്ന് നമ്മൾ പണ്ടേ കാണിച്ചിട്ടുള്ള. കയാക്കിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ് ചെയ്യാനായിട്ട്. ഇപ്പം എന്താ പറയാ, ഇത് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ആക്കുവാന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് മൂവ് ആവും. ഇത് നമുക്കിത് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആക്കുകയെന്നുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് മൂവ് ആവും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകും. കണ്ടോ കണ്ടോ, ടേൺ ചെയ്യുന്ന കണ്ടോ. സിമ്പിളാണ്, ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ സാധനം എങ്ങനെ എന്തൊക്കെ വന്നാലും അങ്ങനെയൊന്നും മറിയില്ല. മറിഞ്ഞാൽ തന്നെയും ഫ്ലോട്ട് ചെയ്ത് കിടക്കും. ഇത് കണ്ടോ, ഇവിടെ ഹോൾസ് കണ്ടോ, ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നൊരു സംഭവമാണ് കയാക്ക്. സീനില്ല, അത്യാവശ്യം നല്ല രീതിയിൽ ബാലൻസ് ചെയ്യാൻ പറ്റും. വേവ്സ് തന്നെയാണോ, അത്യാവശ്യം നല്ല വേവ്സാണ്. ഇപ്പം മറിയൂന്നൊക്കെ തോന്നും, പക്ഷെ അങ്ങനെ മറിയില്ല സാധനം. നമ്മൾ ഏകദേശം ഇതിൻ്റെ ആ എൻഡും കഴിഞ്ഞ് അവിടം വരെ പോയി. നമ്മൾ വന്നതെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തൊരു മഞ്ഞ ഒരു ഇതൊക്കെ ഉണ്ട്, അങ്ങേ അറ്റത്ത് നമ്മൾ വന്നതാണ്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ മടുത്തു സത്യം പറഞ്ഞാൽ. തന്നെ തുഴഞ്ഞ് എല്ലാവരും ഏകദേശം ആ ഒരു പോയിൻ്റൊക്കെ ആകുമ്പോൾ തിരിക്കുക. എല്ലാവരും നമ്മളോട് തിരിച്ചു വരുമ്പോൾ ചോദിക്കുക വന്നവർ കേവ് എവിടെയാണ്. എന്താണേലും ആ കേവ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. കുറേയും പോയെങ്കിലും എനിക്ക് തോന്നുന്നു പിന്നെയും പോകണമെന്ന് തോന്നുന്നു. അത്രയും പോകാനുള്ള ടൈമില്ല. 2 മണിക്കൂറാണ് നമ്മളിത് റെൻറ്റിന് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ആ സൈഡിലുണ്ട് കേവ് പോലെ എന്തോ, അവിടെ നമുക്ക് കയറി അവിടെ നമുക്കിതൊന്ന് ഇട്ടിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് നൈസായിട്ട് നമുക്ക് ചലിക്കാം. കണ്ടോ, ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേനും നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്തിങ്ങനെ കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ്. അപ്പോൾ നമുക്ക് ടൈം നോക്കിയിട്ട് ഏകദേശം നമുക്കിനി ഇവിടെ നിന്ന് പയ്യെ ഒറ്റ സ്ട്രെച്ചിന് വന്ന സ്ഥലത്തേക്ക് പോകാം. അതുവരെ ഇവിടെ നമുക്ക് തന്നെ ഒന്നിങ്ങനെ സ്പെൻഡ് ചെയ്യാം. ആരെങ്കിലും ഉണ്ടായിരുന്ന നൈസായിരുന്നു അല്ലേ. ഈ കേവ് അടിപൊളിയാട്ടോ. പക്ഷെ നമ്മൾ ആ ഫോട്ടോയിലും വീഡിയോയിലും അവന്മാരുടെ അഡ്വർടൈസ്മെൻറ്റിലുള്ളതിൽ കണ്ടത് വേറെയാണ്. പക്ഷെ ഇത് കലക്കൻ കേവ് കണ്ടോ. നമുക്കിങ്ങനെ തിരിക്കുക, കണ്ടോ നമ്മൾ തിരിക്കണ കണ്ടോ. സെറ്റ് തല